ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെ പറ്റിയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അങ്ങനെ അലീന തന്റെ സ്വന്തം പപ്പയായ സ്റ്റാൻലി ജോസഫിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. പൊതുവെ പരുക്കനും ദേഷ്യക്കാരനുമായ സ്റ്റാൻലി ജോസഫിന്റെ പല രീതികളും അലീനയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. എന്നാൽ അതൊന്നും ഉള്ളിലൊതുക്കാതെ ഉരുളക്ക് ഉപ്പേരിയെന്നോണം സ്റ്റാൻലിയുടെ ഓരോ ചോദ്യങ്ങൾക്കും അവൾ മറുപടിയും നൽകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അലീനെ തന്റെ റബ്ബർ തോട്ടം കാട്ടിക്കൊടുക്കാൻ കൊണ്ടുവരികയായിരുന്നു സ്റ്റാൻലി. രണ്ട് കുന്നുകളുടെ ചെരുവിലാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. കുന്നുകളുടെ ചെരുവിലൂടെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന റോഡിലൂടെ സ്റ്റാൻലി കാർ ഓടിച്ചു. തോട്ടത്തിന്റെ അതിരുകളും വിസ്തൃതിയും അലീനയ്ക്ക് കാട്ടിക്കൊടുത്തു. വനത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തോടാണിത്, ദേ നോക്കി, സ്റ്റാൻലി അലീനയോടായി പറഞ്ഞു. ആ ചെക്ക് ഡാം കണ്ടോ, അത് ഞാൻ കെട്ടിയതാ. വളരെ അഭിമാനത്തോടെയാണ് കേട്ടോ സ്റ്റാൻലി ഇത് പറയുന്നത്. ഇത് കേട്ട് അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്. തോടെന്ന് പറയുമ്പോൾ അത് പൊതുസ്വത്തല്ലേ, എന്നിട്ടും ചെക്ക് ഡാം ഉണ്ടാക്കിയപ്പോൾ ആരും തടഞ്ഞില്ലേ? ഇത് കേട്ട് സ്റ്റാൻലി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇവിടെ പണം കൊടുത്താൽ എന്താ നടക്കാത്തത്? എതിർപ്പുകളുമായി പലരും വന്നു. അവർക്കെല്ലാം പണം കൊടുത്തൊതുക്കി. ഒടുവിൽ തൊഴിലാളികളുടെ എതിർപ്പ് വന്നു. അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞാൻ ഇതിനെ ഒരു കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി. അതോടെ ആർക്കും പരാതിയില്ലാതായി. തോട്ടം നനയ്ക്കാനുള്ള വെള്ളം സുലഭമായി കിട്ടും. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. ആ, അടിപൊളി. അപ്പൊ കൈക്കൂലി കൊടുത്തും കള്ളത്തരം കാണിച്ചും പണിത ചെക്ക് ഡാമാണല്ലേ ഇത്? ഒരു തർക്കത്തിനാണ് അലീന മുതിരുന്നതെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അതിപ്പോ ഏത് പദ്ധതി വന്നാലും ആർക്കെങ്കിലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിപ്പോ ഒരു അണക്കെട്ട് നിർമ്മിച്ചാലും റോഡ് വീതി കൂട്ടിയാലും ഒരു റെയിൽവേ പാത വന്നാലും കുറച്ച് പേരെങ്കിലും അതൊക്കെ ബാധിക്കാറില്ലേ? അതുപോലെ തന്നെയുള്ളൂ ഇതും. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷെ അതെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഈ ചെക്ക് ഡാം കൊണ്ട് ആർക്കാ ലാഭം? ഒരേ ഒരാൾക്ക് മാത്രം അല്ലേ? അപ്പോഴേക്കും സ്റ്റാൻലി റോഡരികിലോട്ട് കാറ് ചേർത്ത് നിർത്തിയിട്ട് അലീനയുടെ മുഖത്തോട്ടായി നോക്കി. അല്ല, നീ ആരാ? കമ്മ്യൂണിസ്റ്റുകാരിയാണോ? ആരാ നിന്റെ നേതാവ്? അല്പം പരിഹാസം കലർന്നാണ് സ്റ്റാൻലി ഇത് ചോദിച്ചെങ്കിലും ഉടനെ തന്നെ അലീനയുടെ മറുപടി വന്നു. എൻ്റെ നേതാവ് യേശുവാണ്. ലോകത്തെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരനാ യേശു. ഇത് കേട്ട് സ്റ്റാൻലി പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്. പാതിരിമാരും ബിഷപ്പുമാരും നിന്റെ ഈ അധിക പ്രസംഗം കേൾക്കാതെ നന്നായി. തുടർന്ന് സ്റ്റാൻലി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അലീനോടും പുറത്തേക്ക് ഇറങ്ങാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അതനുസരിച്ച് അലീനയും പുറത്തേക്ക് ഇറങ്ങി. അലീന ചുറ്റുമൊന്ന് നോക്കി. നല്ല ഭംഗിയുള്ള തോട്ടം. സ്റ്റാൻലി തന്റെ തോട്ടത്തിന്റെ വിസ്തൃതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലീനോട് പറയുക. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലമായത്. ചെറിയൊരു വിലയ്ക്ക് കിട്ടി എനിക്ക്. വെട്ടി തെളിച്ചെടുത്ത് പ്ലാൻ ചെയ്ത് ഈ രൂപത്തിലാക്കി എടുത്തു ഞാൻ. ഉടനെ അലീനയുടെ മറുപടി വന്നു. അങ്കിൾ ഒറ്റയ്ക്ക് ചെയ്തതല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ? ഇത് കേട്ട് സ്റ്റാൻലി ഒന്ന് ഞെട്ടി. അങ്കിളോ? ആരുടെ അങ്കിള്? ഇപ്പോഴും നീ എന്നെ അങ്ങനെയാണോ വിളിക്കുന്നത്? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്. ഞാൻ എങ്ങനെ വിളിക്കണം, എന്ത് വിളിക്കണമെന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. മക്കൾ എങ്ങനെയാണ് സാധാരണ വിളിക്കാറ്? സ്റ്റാൻലി പറഞ്ഞു. എൻ്റെ മക്കൾ എന്നെ പപ്പ എന്ന് വിളിക്കുക. ഇത് കേട്ട് അലീന ചോദിച്ചു. എനിക്കും അങ്ങനെ വിളിക്കാമോ? ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു. നീയും എന്നെ അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടത്? അപ്പോൾ അലീന, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഒരു തവണ വിളിച്ചാൽ പിന്നെ ഞാൻ അങ്ങനെ വിളിക്കൂ. അതാരുടെ മുമ്പിൽ വെച്ചു ഏത് സ്ഥലത്ത് വെച്ചു അങ്ങനെ തന്നെ വിളിക്കൂ. സ്റ്റാൻലി അല്പം വിഷമത്തിലായി. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല അലീന സ്വന്തം മകളാണെന്ന്. സ്റ്റാൻലിയുടെ മുഖഭാവം കണ്ടപ്പോൾ അലീനയ്ക്ക് കാര്യം പിടികിട്ടി. ഒരു ചെറിയ ചിരിയോടുകൂടി അവൾ ചോദിക്കുകയാണ്. വേണ്ട അല്ലേ? ആ ചോദ്യത്തിന്റെ മുനകൾ സ്റ്റാൻലിയുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. അയാൾ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു. വേണം, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കാവൂ, എല്ലായ്പ്പോഴും എവിടെയാണെങ്കിലും. ഇത് കേട്ടതും അലീനയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തന്റെ പപ്പ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി. അല്പം സമയത്തിന് ശേഷം സ്റ്റാൻലി വീണ്ടും തുടർന്നു. നീ അല്പം മുമ്പ് പറഞ്ഞല്ലോ തൊഴിലാളികളാണ് ഈ തോട്ടമുണ്ടാക്കിയതെന്ന്. ശരിയാണ്, ഞാനും ഒരു തൊഴിൽ ചെയ്യുന്നവനായിരുന്നു. മിലിറ്ററിയിലായിരുന്നു എന്ന് മാത്രം. ആ തൊഴിലിൽ നിന്നും കിട്ടിയ വരുമാനം ചേർത്താ ഞാൻ ഈ തോട്ടം വാങ്ങിയത്. സ്റ്റാൻലി പഴയ തർക്കത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവൾ ഒന്നും മിണ്ടാതെ തോട്ടത്തിലേക്ക് തന്നെ നോക്കി നിന്നു. സ്റ്റാൻലി അല്പം അഭിമാനത്തോടുകൂടി അലീനോട് പറയുകയാണ്. 150 ഏക്കറാണ് ഈ തോട്ടം. അപ്പം അലീന ചോദിക്കുന്നുണ്ട്. ഈ തോട്ടത്തിൽ നിന്നും നല്ല വരുമാനം കിട്ടും അല്ലേ? സംശയം എന്താ? ഇപ്പോഴത്തെ റബ്ബറിന്റെ വില വെച്ച് നോക്കിയാൽ ഏകദേശം 1 ലക്ഷം രൂപയോളം ദിവസവും കിട്ടുന്നുണ്ട്. ഇത് കേട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അലീന പറഞ്ഞു. അപ്പോൾ മാസം 30 ലക്ഷം രൂപ അല്ലേ? ഈ പണമെല്ലാം എന്ത് ചെയ്യുന്നേ? ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് സ്റ്റാൻലി പറഞ്ഞു. പകുതിയോളം തോട്ടത്തിൽ തന്നെ മുടക്കും. ചെക്ക് ഡാമിന് തന്നെ എത്ര ലക്ഷം രൂപയെ ചെലവ്. പിന്നെ വളം, റീപ്ലാന്റേഷൻ, അങ്ങനെയൊക്കെ കുറെ കാശ് അങ്ങനെ പോവും. ഇത് കേട്ട് അലീന ചോദിച്ചു. സംഭാവനയായിട്ട് എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഉടനെ സ്റ്റാൻലിയുടെ മറുപടി വന്നു. ഉണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കാറുണ്ട്. അവർക്ക് ചെറിയ തുകയൊന്നും പോരാ, ലക്ഷങ്ങൾ വേണം. പിന്നെ പള്ളിക്ക്, ക്ലബ്ബുകൾക്ക്, അങ്ങനെ ലിസ്റ്റ് എടുത്താൽ ഞെട്ടിപ്പോവും. ഇത് കേട്ട് അലീന വീണ്ടും ചോദിക്കുകയാണ്. ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് സംഭാവന കൊടുക്കാറുണ്ടോ? ഈ പാവപ്പെട്ടവർക്ക്, വീടില്ലാത്തവർക്ക്,
ചികിത്സിക്കാൻ പണമില്ലാത്തവർക്ക് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലി അസ്വസ്ഥനായി. എനിക്കതിനൊന്നും നേരമില്ല. എൻ്റെ ജോലിയല്ല അത്. ചെറിയ പിരിവുകാരെ കൈകാര്യം ചെയ്യുന്ന ചുമതല ഞാൻ ആൻ്റപ്പനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർക്കും അനാഥശാല സന്ദർശിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. അതും പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കാറിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും പിന്നിൽ നിന്ന് അലീനയുടെ വിളി വന്നു. പപ്പ. ആദ്യമായിട്ടാണ് സ്റ്റാൻലിയെ അവൾ അങ്ങനെ വിളിക്കുന്നത്. സ്റ്റാൻലി പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്നിട്ട് അലീനയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾ പറയുകയാണ്, പപ്പ, അതുപോലൊരു അനാഥാലയമാണ് പപ്പയുടെ ഈ മോളെ 23 വർഷത്തോളം വളർത്തി വലുതാക്കിയത്. ഒരടി കിട്ടിയതുപോലെ സ്റ്റാൻലി സ്തംഭിച്ച് നിന്നുപോയി. അത്രയും പറഞ്ഞ ശേഷം അലീന കാറിനുള്ളിലേക്ക് കയറി. അത് സ്റ്റാൻലിയെ ചിന്താകുഴപ്പത്തിലാക്കി. കുറച്ച് സമയമെടുത്തു സ്റ്റാൻലിക്ക് തിരിച്ച് വണ്ടിയിൽ കയറാനായിട്ട്. ഡോർ അടച്ച ശേഷം കുറച്ചു നേരം അലീനയെ തന്നെ നോക്കിയിരുന്നു. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. വണ്ടിയിലിരുന്നുകൊണ്ട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിനക്ക് എൻ്റെ തോട്ടം ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല തോട്ടം, ധാരാളം വരുമാനം. പക്ഷേ അത് ശരിക്കും പ്രയോജനപ്പെടുത്തണം. ഇത് കേട്ടതും സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. ശരി, സഹായിക്കേണ്ടവരെ ഒരു ലിസ്റ്റ് നീ ആൻ്റപ്പനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ ആൻ്റപ്പനോട് പറഞ്ഞോളാം. ഇത് കേട്ട് അലീനയ്ക്ക് ദേഷ്യം വേണം. വേണ്ട വേണ്ട. അത് കേട്ട് സ്റ്റാൻലി ചോദിച്ചു, അതെന്താ വേണ്ടാത്തേ? ഉടനെ അലീനയുടെ മറുപടി വന്നു, ഞാൻ പപ്പായെന്ന് വിളിക്കേണ്ടത് ആരെയാ? ആൻ്റപ്പച്ചേട്ടനെ വിളിച്ചാൽ മതിയോ? സ്റ്റാൻലിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ശേ, ഇതെന്ത് വർത്തമാനാ? എന്നോട് ആരും എതിർത്ത് സംസാരിക്കാറില്ല. അത് ആർമിയിലായിരുന്നപ്പോഴും റിട്ടയർമെൻറ്റിന് ശേഷവും അങ്ങനെ തന്നെയാണ്. എനിക്കത് ഇഷ്ടമല്ല എന്ന കാര്യം എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. ശരി, ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതുപോലെ ഞാൻ വേണേ തിരിച്ചു പോയിക്കൊള്ളാം. എനിക്ക് പാലായിലേക്കുള്ള വണ്ടിക്കൂലി മാത്രം തന്നാൽ മതി. ഇത് കേട്ട് സ്റ്റാൻലി അലീനയുടെ മുഖത്തേക്ക് നോക്കി. നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. ഇതിനേക്കാൾ ഭേദം പോകാൻ പറയുന്നത് തന്നെയാണ്. ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു, നിന്നെ അങ്ങനെ വിട്ടയക്കാനൊന്നും പറ്റില്ല. നീയേ സ്റ്റാൻലി ജോസഫിൻ്റെ മകളാ. നിന്റെ പപ്പയുടെ കൂടെയാ നീ ജീവിക്കേണ്ടത്. ഇത് കേട്ട് അലീന പറഞ്ഞു, സ്റ്റാൻലി ജോസഫിൻ്റെ മകൾക്ക് അവളുടെ പപ്പയുടെ അടുത്ത് ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ. അങ്ങനെ ആര് പറഞ്ഞു? സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഉടനെ അലീനയുടെ മറുപടി വന്നു, ഒരു കാര്യം ശരിയല്ലെന്ന് തോന്നിയാൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം സ്റ്റാൻലി ജോസഫിൻ്റെ മകൾക്ക് വേണ്ടേ? വേണം, അത് വേണ്ടത് തന്നെയാണ്. സ്റ്റാൻലി ജോസഫ് മറുപടി പറഞ്ഞു. അലീന വീണ്ടും ചോദിച്ചു, അല്ല, അതിപ്പോൾ സ്വന്തം പപ്പയോടായാലോ? ഇത് കേട്ട് സ്റ്റാൻലി പറഞ്ഞു, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പപ്പയും ചിലതൊക്കെ തിരിച്ചു പറയും. ഇത് കേട്ട് അലീന പറഞ്ഞു, പക്ഷെ തിരിച്ചു പറയുമ്പോൾ പപ്പ ഒരു കാര്യം ആലോചിക്കണം. 23 വർഷക്കാലം ഒരു അനാഥാലയത്തിൽ ജീവിച്ച മകളോടാണ് അത് പറയുന്നതെന്ന്. ഇത് കേട്ടതും സ്റ്റാൻലിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അലീന, നീ എന്തിനാ ഇത് കൂടെ 23 വർഷം എന്ന് പറയുന്നത്? എനിക്കത് കേൾക്കുന്നതിൽ കുറച്ച് വിഷമമുണ്ടോ? ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അത് ശരി, പപ്പയ്ക്കത് കേൾക്കുമ്പോൾ തന്നെ വിഷമം. അപ്പോൾ 23 വർഷം അത് അനുഭവിച്ച് എനിക്കോ? ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്കോ? അതിന് സ്റ്റാൻലിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാർ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തി. ആൻ്റപ്പൻ ഓടി വന്ന് ഡോർ തുറന്നു. വണ്ടിയിൽ നിന്ന് സ്റ്റാൻലി അലീന ഇറങ്ങി. അപ്പോൾ ആൻ്റപ്പൻ പറയാ, പുനലൂരിൽ നിന്നും കെനൽ സാഹിബിൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. ഇത് കേട്ട് സ്റ്റാൻലി ചോദിച്ചു, എന്നിട്ട് താൻ എന്തു പറഞ്ഞു? എസ്റ്റേറ്റ് കാണിക്കാൻ പോയിരിക്കുകയാണെന്ന്. എസ്റ്റേറ്റ് കാണിക്കാനോ? ആരെ? അലീന കുഞ്ഞിനെ. ഇത് കേട്ട് സ്റ്റാൻലിക്ക് ദേഷ്യം വന്നു. തന്നോട് ആര് പറഞ്ഞോ അങ്ങനെ പറയാൻ? എസ്റ്റേറ്റിലേക്ക് പോയിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നോ? ഇത് കേട്ടതും ആൻ്റപ്പന് പേടിയായി. എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് വീണുപോയി സാർ. രോക്ഷാകുലനായി സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയി. വല്ലാതെ ഭയന്ന് നിൽക്കുന്ന ആൻ്റപ്പൻ്റെ മുഖത്ത് നോക്കി അലീന ചോദിച്ചു, ആൻ്റപ്പൻ ചേട്ടൻ കുളം കലക്കിയോ? എന്തു പറയാനാ കുഞ്ഞെ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ഇത് കയ്യബദ്ധമാണോ? വാക്കബദ്ധല്ലേ? അതിരിക്കട്ടെ, ഞാൻ ആരാണെന്ന് ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞത്? എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. അനാഥാലയത്തിൽ നിന്ന് വന്നതാണെന്നും പേര് അലീന എന്നാണെന്നും വീട്ടുവേലക്കാരിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ. അലീന ആൻ്റപ്പനെ അഭിനന്ദിച്ചുകൊണ്ട് പറയുക. അതേതായാലും നന്നായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് കയറിപ്പോയി. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്